ഹലോ ഗൈസ്, ഇന്നത്തെ ഡേയിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം വന്നേക്കുന്നത് തുബേർ എലിഫൻറ്റ് ക്യാമ്പിലേക്കാണ്. അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചില ആളുകളൊക്കെ അവിടെ പോയിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ ഒരു 90% ആൾക്കാരും പോയിട്ടില്ല. അപ്പം ഞങ്ങളവിടെ വന്നു. അപ്പം ഇവിടെ നമുക്ക് പാസ് ഉണ്ട് കേട്ടോ, അപ്പോൾ എൻട്രി പാസ് ഒക്കെ ഉണ്ടാവും. അപ്പം ഓൾറെഡി അതിൻ്റെ ടിക്കറ്റൊക്കെ നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മൾ അകത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് ഇതാണ്, ഒരു മനോഹരമായ ഒരു റിവർ കാണാൻ പറ്റും. അപ്പോൾ ആ റിവർ കാണാൻ തന്നെ വളരെ മനോഹരമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ടാണ് ആനകളെയൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മളത് കാണാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ അവിടെ നമ്മൾ അവിടെ നമുക്ക് രണ്ടുപേരെ കാണാൻ പറ്റും കേട്ടോ. രണ്ട് ആനക്കുട്ടികളവിടെ നിൽപ്പുണ്ട് അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട്. അപ്പോൾ ഈ ആനകൾ വന്നിട്ട് നല്ല ഏജുള്ളതാണ് രണ്ടുപേരും. അപ്പോൾ ബാക്കി കുറേ പേര് അപ്പുറത്ത് നിൽപ്പുണ്ട്, കുറേ ആനകളെ അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു വേലിയുടെ സൈഡിലായിട്ട് ഇവർ രണ്ടുപേരാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇവരെ കാണാൻ നല്ല രസമാണ്. അപ്പോൾ ഞാൻ ഇതിനിടയ്ക്ക് അവന് കൈ കൊടുക്കാൻ വേണ്ടി നോക്കി കേട്ടോ. അപ്പോൾ എനിക്കൊക്കെ അത് കൈ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല രസമായിരുന്നു. അപ്പം ഇതിന് ശേഷം നമുക്ക് ഇതിന് ഫുഡ് കൊടുക്കാൻ പറ്റും. ഫുഡ് കൊടുക്കണമെങ്കിൽ പക്ഷേ നമുക്ക് പൈസ കൊടുക്കണം. പൈസ കൊടുത്തിട്ടാണെങ്കിൽ നമുക്കത് ഫുഡ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിനെ ഇങ്ങനെ കുറച്ച് നേരം നോക്കി നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം മറ്റേ ഇപ്പുറത്ത് ഒരാളും കൂടെ ഉണ്ട്. അപ്പോൾ അതിനെയും കൂടെ കാണാമെന്ന് വെച്ചിട്ട് അവിടെ ചെന്നപ്പോൾ അത് ഇതുപോലെ ഭയങ്കര കാമായിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ അതിനെയും കുറച്ച് നേരം കാണാമെന്ന് വെച്ചു. അപ്പോൾ അതിനുശേഷം ഇപ്പുറത്തോട്ട് വരുമ്പോൾ ഒരു ട്രീ ഹൗസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഞങ്ങൾ കയറി നിന്നിട്ട് അവിടെ നിന്നിട്ട് കുറേ ഫോട്ടോസൊക്കെ എല്ലാവരും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ നൈസാണ്, കാണാൻ നല്ലതാണ്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ഹാങ്കി ഡാമിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നു. ഡാം കാണാൻ വേണ്ടി ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നിരുന്നു. അപ്പോൾ ഒരു പാർക്ക് പോലെ കേട്ടോ ടോട്ടലി. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ മനോഹരമായ പൂന്തോട്ടങ്ങളും അത്തരത്തിലുള്ള ഒരുപാട് കാഴ്ചകളുണ്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യമേ ഡാം കാണാൻ വേണ്ടിയാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ ഇതുപോലെ വെള്ളം കുറവായിരുന്നു. ഡാം ഷട്ടറൊക്കെ ക്ലോസ്ഡ് ആണ്, ഒരെണ്ണം മാത്രം ചെറുതായിട്ട് തുറന്നു വെച്ചിട്ടുണ്ട്. അപ്പോൾ താഴെയായിട്ട് ഇതുപോലെ അതിൻ്റെ ബാക്കി പാർട്ട് കാണാം, എൻ്റെ ഇങ്ങനെ റിവറിൻ്റെ. അപ്പോൾ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇതുപോലെ നമുക്ക് അകത്തേക്ക് പോകാൻ പറ്റില്ല കേട്ടോ. പകുതി വെച്ച് അവർ ക്ലോസ് ചെയ്തേക്കാണ്, ഡേഞ്ചർ ആയതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് വിടാത്തത്. അപ്പോൾ നമ്മളോട് ഓൾറെഡി ക്ലോസ്ഡ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നുള്ള വ്യൂവേ പറ്റുള്ളൂ. ഇത് ഗേറ്റിന് പുറത്തുനിന്നുള്ള വ്യൂ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഡാമിൻ്റെ ആ ഒരു സിറ്റുവേഷനും അതുപോലെ വെള്ളത്തിൻ്റെ ആ ഒരു ലെവലും ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് കണ്ട് ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ ആ കാഴ്ചകൾക്ക് ശേഷം ഞങ്ങളെല്ലാവരും കൂടെ ഇവിടുത്തെ ഗാർഡനിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വെച്ചു. അപ്പോൾ ഞങ്ങളെല്ലാം പല ഓപ്ഷനുകാരും എല്ലാവരും ഉണ്ട്. അപ്പോൾ പല സൈഡിലായിട്ട് നിന്നിട്ട് ഓരോ സ്റ്റൈലിലും പല ഡിഫറൻറ്റ് രീതിയിലൊക്കെയുള്ള ഫോട്ടോ ഒക്കെ എടുത്തു. അതിനുശേഷം പിന്നീട് ഞങ്ങൾ നേരെ പോകുന്നത് ഒരു ബുദ്ധിസ്റ്റ് ടെമ്പിളിലേക്കാണ് കേട്ടോ. അത് കാണാൻ വേണ്ടി ഞങ്ങൾ അവിടെ ചെന്നു. അപ്പോൾ ഇത് കാണുന്ന പുറത്തുനിന്നുള്ള വ്യൂ തന്നെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, വളരെ മനോഹരമായിട്ടുള്ളതാണ്. അവിടെ ചെല്ലുമ്പോൾ ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയറാണ്, നമുക്കൊരു ആശ്രമമല്ലേ. അപ്പോൾ ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയറാണ് അവിടുത്തെ ആ ഒരു പ്രാർത്ഥനകളും മറ്റും കേൾക്കുമ്പോൾ നമുക്കൊരു ഡിഫറെൻറ്റ് ഫീലിങ്സ്. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് ചെന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരുപാട് ബുദ്ധ സന്യാസികളുണ്ട് കേട്ടോ. അപ്പോൾ കൊച്ചു കുട്ടികളും വലിയ ആൾക്കാരും അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ പിന്നെ വന്നത് ബാംബു ഫോറസ്റ്റിലേക്കാണ്. അപ്പോൾ അവിടെ ആ പ്രദേശത്തിനുള്ള മറ്റൊരു വ്യൂ കൂടാണ്. ഇത് ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ അപ്പുറത്തോട്ട് കടക്കണമെങ്കിൽ ഇതുപോലെ ഈ ഒരു പാലം നമ്മൾ ക്രോസ് ചെയ്ത് പോയിട്ടുണ്ടാണ്. ഇതൊരു നൂൽപ്പാലം എന്ന് പറയാം. അപ്പോൾ ഈ പാലത്തിൽ കയറുമ്പോൾ തന്നെ നല്ലവണ്ണം ഷേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും പേര് പോകുന്നതല്ലേ, അപ്പോൾ അതിൻ്റേതായിട്ട് ചെറിയൊരു ഓസിലേഷൻ അതിൽ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും സാരമില്ല, ഒന്നും പറ്റില്ല. അപ്പം നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ പതുക്കെ മുന്നോട്ടേക്ക് നടന്നു. അപ്പം നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഒരുപാട് ആൾക്കാരോട് ഉണ്ട് അപ്പുറത്ത്. അപ്പോൾ അതിനുശേഷം ഇപ്പുറത്ത് തന്നെ ഒരു വലിയൊരു നദി കാണാൻ പറ്റും. അപ്പോൾ ഇതിന് ആഴം കുറവാണ്. അപ്പോൾ ഇവിടെ നല്ല തണുത്ത വെള്ളമാണ്. അവിടേക്ക് ഞങ്ങളെല്ലാം ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഒരുപാട് ഫോട്ടോസ് അവിടെ നിന്നും കുറേ എടുത്തു. അതിനുശേഷം പിന്നീട് ഞങ്ങൾ വീണ്ടും ഞങ്ങൾക്ക് DJ പാർട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ പാർട്ടിക്ക് ശേഷം തിരിച്ച് ഞങ്ങൾ ബസ്സിലേക്ക് കയറുകയാണ്. അപ്പോൾ ലാസ്റ്റ് ഡേ ആയിരുന്നു. അപ്പോൾ തിരിച്ച് ഞങ്ങൾ ബസ്സിലേക്ക് കയറി. അങ്ങനെ പിന്നീട് അവിടെ നിന്ന് യാത്ര തിരിച്ചു. അങ്ങനെ ഒരു നൈറ്റ് ഫുൾ കവർ ചെയ്തുകൊണ്ട് നെക്സ്റ്റ് ഡേയിൽ ഒരു 7:30 കയറിയപ്പോഴും ഞങ്ങൾ ചങ്ങനാശ്ശേരി എത്തി. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ.